ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിനുള്ള ഇമേജ് വാനോളം ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതര പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള ഒഴുക്കും തുടരുകയാണ്. ഇപ്പോഴിതാ തെലങ്കാനയിൽ BRSൽ നിന്നും കോൺഗ്രസിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയവും ഇതുതന്നെയാണ്. പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും പുറമെ MLAമാരും വലിയ തോതിൽ കോൺഗ്രസിലേക്ക് എത്തുന്നുണ്ട്. ചെവല്ലയിൽ നിന്നുള്ള MLA കാലെ യാദവയാണ് BRS വിട്ട് അവസാനമായി കോൺഗ്രസിൽ ചേർന്ന ജനപ്രതിനിധി. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ഇദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത്. മുഖ്യമന്ത്രിയും PCC പ്രസിഡന്റുമായ രേവന്ത് റെഡ്ഡി, തെലങ്കാനയിലെ പാർട്ടി കാര്യങ്ങളുടെ AICC ചുമതലയുള്ള ദീപാദാസ് മുൻസി, ഡൽഹിയിലെ മറ്റു നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചെവല്ല യാദയ്യ ഭരണകക്ഷിയിൽ ചേർന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരമേറ്റ് കോൺഗ്രസിലേക്ക് മാറുന്ന ആറാമത്തെ BRS MLAയാണ് ചെവല്ല യാദയ്യ. ജൂൺ 23-ന് ജഗ്തിയാൽ MLA സഞ്ജയ് കുമാർ കോൺഗ്രസിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് ചെവല്ല യാദയ്യയും കൂറുമാറുന്നത്. നേരത്തെ BRS MLAമാരായ പൊംചരം ശ്രീനിവാസ് റെഡ്ഡി, കടിയം ശ്രീഹരി, ധാനം നാഗേന്ദർ, തെല്ലം വെങ്കട്ടറാവു എന്നിവരും കോൺഗ്രസിലേക്ക് എത്തിയിരുന്നു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നീക്കങ്ങളാണ് ഇവരെ കോൺഗ്രസിലേക്ക് എത്തിച്ചത്. BRS MLAമാർ കോൺഗ്രസിലേക്ക് മാറുന്നതിൽ വലിയ കാര്യമില്ലെന്നായിരുന്നു BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവുവിന്റെ പ്രതികരണം. മുൻപ് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ തന്റെ പാർട്ടി സമാനമായ കൂറുമാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെന്നും ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ വ്യാഴാഴ്ച ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച രേവന്ത് റെഡ്ഡി അധികാരത്തിലിരിക്കുമ്പോൾ കൂറുമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് BRSനെ കടന്നാക്രമിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 119 നിയമസഭാ സീറ്റുകളിൽ 39 എണ്ണം BRS നേടിയപ്പോൾ 64 സീറ്റുകളോടെ കോൺഗ്രസ് അധികാരത്തിലെത്തി. കൂറുമാറ്റങ്ങളോടെ കോൺഗ്രസ് അംഗബലം 70ലേക്ക് ഉയർന്നു. ഇതിനിടെ സെക്കന്ദരാബാദ് കന്റോൺമെന്റിൽ നിന്നുള്ള BRS MLA G ലാസ്യ നന്ദിത ഈ വർഷം ആദ്യം ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആൾബലം കൂട്ടാൻ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമായ BRS MLCമാരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായി ഇതിനു മുൻപ് റിപ്പോർട്ടുണ്ടായിരുന്നു. കൗൺസിലിലെ BRSന് കൂടുതൽ ഭൂരിപക്ഷമുള്ളത് ബില്ലുകൾ പാസാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഭീഷണിയാകുന്നുണ്ട്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ മന്ത്രിസഭയിലെ ഒരു പ്രമുഖ അംഗം BRS MLCമാരുമായി ചർച്ച നടത്തി വരികയാണെന്ന് അടുത്ത വൃത്തങ്ങൾ അന്ന് അറിയിച്ചിരുന്നു.